കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജനാധിപത്യത്തിൽ എല്ലാവരുടെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ 100% വോട്ടർ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഹ്വാനമനുസരിച്ച് കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാല വോട്ട് സഭ സംഘടിപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ആദ്യകാലത്ത് കേരളത്തിൽ എന്നാണ് വാസ്തവത്തിലെ ഈ വോട്ടവകാശം അതിന് പറയുക പ്രായപൂർത്തി വോട്ടവകാശം എന്നാണ് പറയുക. കാരണം പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇന്ത്യയിൽ വോട്ടവകാശമുള്ളൂ. അതുകൊണ്ട് പ്രായപൂർത്തി, സമ്മതിദാനാവകാശം, വോട്ടവകാശത്തിന്റെ മറ്റൊരു പേരാണ് സമ്മതിദാനാവകാശം. വോട്ട് ചെയ്യുന്ന ആളിനെ നമ്മൾ വോട്ടർ എന്ന് പറയും. അതിന്റെ മലയാള രൂപം സമ്മതിദായകൻ എന്നാണ്. അപ്പൊ സമ്മതിദായകൻ ചെയ്യുന്ന പ്രവൃത്തി വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ വോട്ട് ചെയ്യുന്നതിനെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാം എന്ന് പറയും. ഇത് തുടങ്ങിയിട്ടുള്ളത് എന്നാണ് ഇന്ത്യയിൽ വോട്ട് സമ്പ്രദായം, ഈ പ്രായപൂർത്തിയായ ആളുകൾക്കുള്ള വോട്ട് സമ്മതിദാന അവകാശ വിനിയോഗം തുടങ്ങിയിട്ടുള്ളത് എന്ന് പറയാൻ പറ്റുമോ? താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ജയപ്രകാശ് വോട്ട് സഭ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംബന്ധിച്ച ബോധവൽക്കരണ സംവാദത്തിൽ ജയൻ മേലേതിൽ, പാപ്പച്ചൻ PV, രാമചന്ദ്രൻ M എന്നിവർ സംസാരിച്ചു. ഗോപിനാഥൻ നായർ, ഹരിദാസ് K, മോഹനൻ AN, സുബ്രഹ്മണ്യൻ NK എന്നിവർ വോട്ടോർമ്മകൾ പങ്കുവച്ചു. എന്റെ വോട്ട് എന്റെ അവകാശം എന്ന വിഷയത്തിൽ നടന്ന ലേഖന മത്സരത്തിൽ കളത്തിൽ ഗോപിനാഥൻ നായർ, ആശ KS എന്നിവർ സമ്മാനാർഹരായി. ഇന്ത്യൻ ഭരണഘടന, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, വോട്ടവകാശത്തിന്റെ ചരിത്രം എന്നീ വിഷയങ്ങളിൽ സംവാദത്തിന് മുമ്പ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സരങ്ങളിൽ LP വിഭാഗത്തിൽ ശ്രീഹരി ശ്രീമുരളി 1ാം സ്ഥാനവും ആദർശ് KJ 2ാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ അനശ്വര K 1ാം സ്ഥാനവും അശ്വിൻ KJ 2ാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിവേദ്യ K 1ാം സ്ഥാനവും പത്മ A 2ാം സ്ഥാനവും നേടി. വായനശാലയുടെ മുൻവശത്ത് സ്ഥാപിച്ച സിഗ്നേച്ചർ വാളിൽ ഞാൻ വോട്ട് ചെയ്യും എന്നെഴുതി നിരവധി പേർ ഒപ്പുവെച്ചു.